ലൈംഗിക ഉത്തേജക ജിഹാദ്. യേശുവായുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. മനോവയുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്തീയ വിശ്വാസത്തിൽ വളരാൻ ഈ സന്ദേശം ഉപകാരപ്രദമാകും എന്ന് കരുതുന്നവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യുക. അങ്ങനെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ നിങ്ങൾക്കും സാധിക്കും. യേശുവായുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നാം ഇവിടെ ചിന്തിക്കുന്നത് ലൈംഗിക ഉത്തേജക ജിഹാദ് എന്ന വിഷയമാണ്. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനും യുഗാന്തത്തിനും മുന്നോടിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവജനത്തിന് കാണിച്ചു കൊടുക്കുക എന്ന ദൗത്യവും കൂടിയാണ് മനോവ ഫലമേറ്റിരിക്കുന്നത്. യേശുവായുടെ വീണ്ടും വരവിന് മുന്നോടിയായി സംഭവിക്കുന്ന ദുരന്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസത്യാഗം. ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഓരോന്നും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദേശം മനോവ ഇവിടെ നൽകുന്നത്. ലൈംഗിക ഉത്തേജക ജിഹാദ്. ജിഹാദിന് ഇങ്ങനെയും ഒരു ശാഖയുണ്ടോ? കേരളത്തിലെ നപുംസക മാധ്യമങ്ങൾക്ക് പുതിയൊരു ചർച്ചാ വിഷയം നൽകുക എന്നതല്ല മനോവയുടെ ലക്ഷ്യം. മറിച്ച് മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ഇല്ലൂമിനാറ്റി പ്രസ്ഥാനങ്ങളും കൗശലപൂർവ്വം മറച്ചു വച്ചിരിക്കുന്ന ചില സത്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുക എന്നതാണ്. ഇത് പറയാൻ പാലാ ബിഷപ്പിനെ പോലെയോ PC ജോർജിനെ പോലെയോ പരിമിതികളൊന്നും മനോവയ്ക്ക് മുന്നിലില്ല. കാരണം മനോവയ്ക്ക് ദൈവത്തെ മാത്രമേ ഭയമുള്ളൂ. യേശുവ എന്ന ഒരു നാമത്തെ അല്ലാതെ മനോവയുടെ മുകളിൽ മറ്റൊരു അധികാര സ്ഥാനത്തെയും പ്രതിഷ്ഠിച്ചിട്ടുമില്ല. PC ജോർജ് പറഞ്ഞു വച്ചത് വന്ധ്യംകരണ ജിഹാദിനെ കുറിച്ചാണെങ്കിൽ മനോവ പറയാൻ പോകുന്നത് വന്ധ്യംകരണ ജിഹാദിനെക്കുറിച്ചും ലൈംഗിക ഉത്തേജക ജിഹാദിനെക്കുറിച്ചുമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില മുൻകാല മാധ്യമ ആക്രോശങ്ങൾ വായനക്കാരെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ജിഹാദിൻ്റെ പുത്തൻ ശൈലികൾ ഓരോന്നും വെളിച്ചത്ത് വരുമ്പോൾ ചില സാംസ്കാരിക പുങ്കന്മാരെ വിളിച്ചുകൂട്ടി തെളിവെവിടെ എന്ന് അലമുറയിടുന്ന ഷാനി പ്രഭാകരന്മാരുടെ മാധ്യമ വ്യഭിചാരങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് മനോവ ഇവിടെ നൽകാൻ പോകുന്നത്. കുറേ മാസങ്ങൾക്ക് മുൻപ് കേരളം ചർച്ച ചെയ്ത ഒരു വിഷയത്തിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തുപ്പി ഹലാലാക്കൽ സത്യവും മിഥ്യയും. കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത് എന്ന മുഖവരയോടെയാണ് ഈ വിഷയാവതരണം മനോവ ആരംഭിക്കുന്നത്. കാരണം MN കാരശ്ശേരിയും മനോരമ ചാനലിലെ അവതാരക ഷാനി പ്രഭാകരനും ചേർന്ന് ഹലാൽ എന്ന വിഷയത്തിൽ മലയാളികളെ ബോധവൽക്കരിക്കാൻ ഒരു ശ്രമം നടത്തി. 2021 നവംബർ 22 രാത്രി 8 മണിക്ക് നടന്ന ചാനൽ ചർച്ചയിലായിരുന്നു അത്. ആകാശത്തിന് കീഴിലുള്ള വിഷയങ്ങളിൽ മാത്രമല്ല, സ്വർഗത്തിലെയും നരകത്തിലെയും കാര്യങ്ങളിൽ പോലും വലിയ അവഗാഹമുള്ളവരാണ് തങ്ങളെന്ന് സ്വയം കരുതിപ്പോരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ. ഇവരാണ് ഹലാലിനെക്കുറിച്ച് മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വിഫല ശ്രമം നടത്തിയ മഹത് വ്യക്തിത്വങ്ങൾ. ഇവർക്ക് കൂട്ടിന് CPM-ൽ നിന്ന് ഒരു പ്രതിനിധിയും ഹോട്ടൽ വ്യവസായികളെ പ്രതിനിധീകരിച്ച് മറ്റൊരു കോമരവുമുണ്ടായിരുന്നു. ഈ 4 സംഘത്തെ നേരിടാൻ BJP-യിൽ നിന്ന് ഏറ്റവും ദുർബലനായ ഒരുവനെയും തെരഞ്ഞെടുത്തു. മനോരമയെ പൊളിറ്റിക്കൽ ഇസ്ലാം വിഴുങ്ങിയതിന് ഇതിനപ്പുറം മറ്റൊരു തെളിവ് ആവശ്യമുണ്ടോ? അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ലെന്ന് ദിവസത്തിൽ 5 നേരം മൈക്ക് വെച്ചുകെട്ടി അലറുമ്പോൾ തോന്നാത്ത മതസ്പർദ്ധ സഭയുടെ സ്വകാര്യ വേദിയിൽ വെച്ച് ഹലാൽ ഭക്ഷണം കഴിക്കരുത് എന്ന് ക്രിസ്ത്യാനി പറയുമ്പോൾ പ്രോ ഇസ്ലാമിസ്റ്റുകൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ചികിത്സ വേണ്ട രോഗമാണ്. അതുകൊണ്ട് മനോരമ നടത്തിയ ബോധവൽക്കരണ ചർച്ചയ്ക്ക് മറുപടി പറയാൻ അല്പം വൈകിയതിൽ ക്ഷമിക്കുക. കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമായിരുന്നു ആ ചർച്ചയെന്ന് പറയാതിരിക്കാൻ മനോവയ്ക്ക് സാധിക്കില്ല. ഇനി നമുക്ക് കാരശ്ശേരിയുടെ പഠന ശിബിരത്തിലേക്ക് കടക്കാം. കഴുത്തറത്ത് രക്തം പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞ് മൃഗങ്ങളെ കൊല്ലുന്നതാണ് ഹലാൽ എന്ന് MN കാരശ്ശേരി പറഞ്ഞപ്പോൾ
അത് തൊണ്ട തൊടാതെ മലയാളി വിഴുങ്ങിയെന്നാണ് ഷാനി പ്രഭാകരൻ ആശ്വസിച്ചത്. മലയാളികളിൽ വിഡ്ഢികൾ ഇല്ലെന്ന് പറയുന്നില്ല. ബാലറ്റിലൂടെ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകളെ അധികാരത്തിലേറ്റി എന്ന കുപ്രസിദ്ധി മലയാളികൾക്ക് സ്വന്തമായത് അതുകൊണ്ടാണല്ലോ. പിണറായിയെ രണ്ടാമതും തിരഞ്ഞെടുത്തതിലൂടെ അത് കുറെ കൂടി ഉറപ്പിച്ചു. എന്നാൽ മലയാളികളെല്ലാം വിഡ്ഢികളാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് മൂഢസ്വർഗത്തിലാണെന്ന് പറയേണ്ടി വരും. ഹലാൽ എന്താണെന്ന് കാരശ്ശേരിക്ക് മാത്രമല്ല ഷാനി പ്രഭാകരനും നന്നായി അറിയാം. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ ജീവിക്കുന്ന ഷാനി പ്രഭാകരന് ഹലാൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ വീടിനടുത്തുള്ള മദ്രസയിൽ നിന്ന് ഇറങ്ങി വരുന്ന 5 വയസ്സുകാരനോട് ചോദിച്ചാൽ മതി, അവൻ പറഞ്ഞു തരും. ഷാനി പ്രഭാകരൻ എന്ന ചാനൽ അവതാരകയുടെ ശരീരഭാഷയും ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തികളുടെ നിലവാരത്തിലെ സമാനതയും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. മനോരമ ഈ വിഷയത്തിൽ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. മതപരമായ ആചാരങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇസ്ലാമിനെ പിന്തുണയ്ക്കുകയും ദുരാചാരങ്ങൾ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തുന്ന മറ്റു സമൂഹങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ അജണ്ടയാണ് വെളിവാക്കപ്പെടുന്നത്. ഹലാൽ വിഷയത്തിൽ അജണ്ട സെറ്റ് ചെയ്ത് പ്രചരണം നടത്തുന്നത് മനോരമ മാത്രമല്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം ഈ വിഷയത്തിൽ അമിത താല്പര്യമുണ്ട്. ഇസ്ലാമിക പ്രീണനത്തിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക ഉന്നമനം മാത്രമാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യമെന്ന് ആരും ചിന്തിക്കരുത്. എന്തെന്നാൽ ഇതൊരു ഇല്ലൂമിനാറ്റി അജണ്ടയാണ്. ഏകലോക മതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഹലാൽ ഒരു അനിവാര്യ ഘടകവുമാണ്. അബ്രഹാമിക് മതം എന്ന പേരിൽ വത്തിക്കാനിലെ ഭരണാധികാരി നടത്തുന്ന ഗിമ്മിക്കുമായി ഹലാൽ വിഷയത്തെ ചേർത്ത് വായിക്കുമ്പോൾ ഇക്കാര്യം കുറെ കൂടി വ്യക്തമാകും. യൂറോപ്പിനെ ഇസ്ലാമികവൽക്കരിക്കാൻ ബെർഗോളി കാട്ടിക്കൂട്ടുന്ന അമിതാവേശം നമുക്കറിയാം. വ്യാജ അഭയാർത്ഥികളെ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരരെ ഇല്ലൂമിനാറ്റികൾ യൂറോപ്പിലേക്ക് കടത്തിവിട്ടത് ഈ വ്യാജ പ്രവാചകന്റെ സഹായത്തോടെയായിരുന്നു. അതോടെ യൂറോപ്പിലെ ഏത് മുക്കിലും മൂലയിലും ഹലാൽ ഭക്ഷണം ലഭിക്കുന്ന സാഹചര്യം സംജാതമായി. അതായത് കേരളത്തിൽ മാത്രം വിതച്ചുകൊണ്ടിരിക്കുന്ന അന്തക വിത്ത് അല്ല ഹലാൽ ഭക്ഷണം. ആഗോളതലത്തിൽ ഇല്ലൂമിനാറ്റികൾ ഈ വിഷവിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലൂമിനാറ്റികളുടെ തലവനാണ് വത്തിക്കാനിലെ ഫ്രാൻസിസ്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളൊഴികെ മറ്റെല്ലാവരും ഈ വ്യാജ പ്രവാചകനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു എന്നതാണ് പരമാർത്ഥം. സത്യദൈവത്തിൽ നിന്നും അവിടുത്തെ വചനത്തിൽ നിന്നും ക്രൈസ്തവരെ അകറ്റുന്നതിന് ഇസ്ലാമിക വൽക്കരണം മാത്രമല്ല ഫ്രാൻസിസ് എന്ന വ്യാജൻ അവലംബിക്കുന്ന മാർഗം. പരിസ്ഥിതിവാദം ഉയർത്തിക്കൊണ്ട് വിശ്വാസികളുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുന്നതും ബെർഗോളിയുടെ ഇല്ലൂമിനാറ്റി അജണ്ടയാണ്. ഇത്തരത്തിലുള്ള വിവിധ മാർഗങ്ങൾ ഇയാൾ അവലംബിക്കുന്നുണ്ട്. അവയിലൊന്നാണ് അബ്രഹാമിക് മതം എന്ന ആശയം. എതിർ ക്രിസ്തുവിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇതെല്ലാം. അവന്റെ പ്രത്യക്ഷീകരണം അടുത്തിരിക്കുന്നു. ഈ വിഷയങ്ങളിലേക്കൊന്നും മനോവ ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഹലാൽ എന്ന വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ചും ജിഹാദിന്റെ പുതിയ മാർഗത്തെക്കുറിച്ചും മാത്രമാണ്. എന്നിരുന്നാലും നാം ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പൂർണ്ണതയ്ക്കായി 3-4 ഖണ്ഡികയിൽ ഒതുങ്ങുന്ന ചെറുവിവരണം ഇവിടെ നൽകാം. ന്യൂ വേൾഡ് ഓർഡർ, ഏകലോക മതം എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ട്. സത്യങ്ങളും അർത്ഥസത്യങ്ങളും കിംവദന്തികളുമെല്ലാം അക്കൂട്ടത്തിൽപ്പെടും. തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് അർത്ഥസത്യങ്ങളുടെ പിന്നിലെങ്കിൽ യഥാർത്ഥ സത്യത്തിലേക്ക് മനുഷ്യന്റെ ചിന്തകൾ തിരിയാതിരിക്കേണ്ടതിനു വേണ്ടി കൗശലപൂർവം വർത്തിക്കുന്നവരാണ് കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത്. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ഇല്ലൂമിനാറ്റിയാണ്. ക്രൈസ്തവ സഭകളിലെ ഭക്തസംഘടനകളെപ്പോലും ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലൂമിനാറ്റിയാണെന്ന് കേൾക്കുമ്പോൾ അതിൽ ആരും ആശ്ചര്യപ്പെടുകയോ അസ്വസ്ഥരാകുകയോ വേണ്ട. മറിച്ച് ജാഗ്രത പുലർത്തിയാൽ മതി. എന്തെന്നാൽ കേട്ടറിഞ്ഞതിനേക്കാൾ ആഴത്തിലുള്ളതാണ് ഇല്ലൂമിനാറ്റിയെ സംബന്ധിക്കുന്ന യഥാർത്ഥ സത്യങ്ങൾ. കത്തോലിക്ക സഭയിലെ മെത്രാന്മാരിലും നേതാക്കന്മാരിലും ചെറിയൊരു വിഭാഗം ഒഴികെ സകലരും ഇല്ലൂമിനാറ്റികളുടെ നിയന്ത്രണത്തിലുള്ള വ്യാജന്മാരാണ്. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെയും ഈ നിഗൂഢ സംഘം ഏറ്റെടുത്തു എന്നതാണ് ഏറെ ഗുരുതരമായ അവസ്ഥ. മായാ ദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് വിശ്വാസികളെ വഞ്ചിക്കുന്ന സംഘങ്ങളാണ് ഇന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ. വിശുദ്ധരുടേത് എന്ന പേരിൽ വചനവിരുദ്ധ ആശയങ്ങൾ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവചനത്തെക്കാളും
ദൈവിക നിയമങ്ങളെക്കാളും ഇക്കൂട്ടർ പരിഗണന നൽകുന്നത് തങ്ങളുടെ തന്നെ ദുസ്വപ്നങ്ങൾക്കാണ്. ലോകത്ത് സംഭവിക്കുന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നിലെ ആത്മാക്കളെ വിവേചിക്കാൻ കഴിയാതെ അവയ്ക്ക് പിന്നാലെയുള്ള തീർത്ഥാടനമായി കരിസ്മാറ്റിക് ഉണർവ് പ്രസ്ഥാനം ഉറകെട്ടുപോയി. ഇതിൻ്റെയെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഇലൂമിനാറ്റിയുടേതാണ്. അബ്രഹാമിക് മതങ്ങൾ എന്ന കപട ആശയത്തെ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടത് ഇവിടെയാണ്. അബ്രാഹം എന്ന വ്യക്തിക്ക് ഒരു മതവും ഒരു ദൈവവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അബ്രാഹത്തിൻ്റെ ദൈവമാണ് താനെന്ന് പ്രഖ്യാപിച്ച യാഹ്വേ ആണ് ആ ദൈവം. അതുകൊണ്ട് തന്നെ മതങ്ങൾ എന്ന പ്രയോഗം അർത്ഥശൂന്യമാണ്. അബ്രാഹം ഒരു യഹൂദനായിരുന്നില്ലെന്ന് മാത്രമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ ഭാഗവുമായിരുന്നില്ല. അബ്രാഹം മാത്രമല്ല, ഇസഹാക്കും യാക്കോബും മോശയും ഒന്നും യഹൂദനായിരുന്നില്ല എന്നതാണ് യഥാർത്ഥ സത്യം. എന്നാൽ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും മതമുണ്ടായിരുന്നു. അബ്രാഹം പ്രതീക്ഷയോടെ കാത്തിരുന്നത് ആരുടെ ദിവസം കാണുന്നതിന് വേണ്ടിയായിരുന്നുവോ അവൻ സ്ഥാപിച്ച മതമാണ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മതം. അതെ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും യഥാർത്ഥ മതം ക്രിസ്തു മതമാണ്. യേശുവായുടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു, അവൻ അത് കാണുകയും ചെയ്തു. യോഹന്നാൻ എഴുതിയ യേശുവായുടെ സുവിശേഷം 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് യേശുവ എന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത യഹൂദരാണ് ആദ്യത്തെ ക്രൈസ്തവ സമൂഹം. ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ആർക്കും അബ്രാഹത്തിൻ്റെ മതത്തിലെ അംഗങ്ങളാണ് തങ്ങളെന്ന് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, വംശമുറപ്രകാരം ഉള്ളവരല്ല യഥാർത്ഥത്തിൽ അബ്രാഹത്തിൻ്റെ സന്തതികൾ. ഈ വചനം ശ്രദ്ധിക്കുക. അബ്രാഹത്തിൻ്റെ സന്തതികളായിരുന്നത് കൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല. ഇസഹാക്ക് വഴിയുള്ളവരായിരിക്കും നിന്റെ സന്തതികളായി അറിയപ്പെടുക. അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ. പ്രത്യുത വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഇസഹാക്ക് ഒരു പ്രതീകം മാത്രമായിരുന്നു. യഥാർത്ഥ വാഗ്ദാനം ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശുവായുടെ ദിവസത്തെ അബ്രാഹം പ്രതീക്ഷയോടെ കാത്തിരുന്നത്. ഈ വിഷയത്തെ ആധാരമാക്കിയുള്ള മറ്റൊരു സന്ദേശം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ കൂടുതൽ വിവരണത്തിന് ഇവിടെ മുതിരുന്നില്ല. ഒരു കാര്യം വ്യക്തമാക്കാനാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. എന്തെന്നാൽ അബ്രാഹാമിക് മതങ്ങൾ എന്ന പേരിൽ വത്തിക്കാനിൽ നടക്കുന്നത് വ്യാജ പ്രവാചകന്റെ പൊറാട്ടു നാടകം ആണ്. എതിർ ക്രിസ്തുവിന് വേണ്ടി നടത്തപ്പെടുന്ന ക്രമീകരണങ്ങളാണ് അതെല്ലാം. ഈ വ്യാജ പ്രവാചകനെ തിരിച്ചറിയാൻ വൈകുന്ന ഓരോ നിമിഷവും കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ അപകടത്തിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസത്തെയും ഇസ്ലാം മതത്തെയും അംഗീകരിക്കുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ സഭയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തെന്നാൽ ക്രിസ്തുവിനെയും അവിടുത്തെ സഭയെയും തകർക്കാൻ സാത്താൻ രൂപം കൊടുത്ത 2 പ്രസ്ഥാനങ്ങളാണ് ഇവ. ഇവ രണ്ടിനെയും ശക്തിപ്പെടുത്തുന്നതും താങ്ങി നിർത്തുന്നതും ഇല്ലൂമിനാറ്റിയാണ്. വത്തിക്കാനിലെ അധികാര സ്ഥാനത്ത് അനധികൃതമായി കടന്നുകൂടിയ ആന്റി പോപ്പിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളിലൊന്നായി കമ്മ്യൂണിസത്തോടും ഇസ്ലാം മതത്തോടും ഇയാൾക്കുള്ള അഭിനിവേശത്തെ പരിഗണിക്കാം. ഒരു വശത്ത് കമ്മ്യൂണിസത്തെ കത്തോലിക്ക സഭയിൽ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയും മറ്റൊരു വശത്ത് കത്തോലിക്ക സഭയെ ഇസ്ലാം മതത്തിൽ ലയിപ്പിക്കാൻ ഇയാൾ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് നാം കാണാതെ പോകരുത്. അധികാരം പിടിച്ചെടുത്ത ആദ്യ നാളുകളിൽ ക്യൂബ സന്ദർശിച്ചപ്പോൾ യേശുവായുടെ ചിത്രത്തോടൊപ്പം ചെഗുവേര എന്ന നരാധമന്റെ ചിത്രം കൂടി അൾത്താരയിൽ പ്രദർശിപ്പിച്ചാണ് ഫ്രാൻസിസ് കുർബാന അർപ്പിച്ചതെന്ന് നാം കണ്ടു. കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളെ വിശുദ്ധരായി പ്രഖ്യാപിക്കണമെന്ന ജൽപ്പനം നാം കേൾക്കുകയും ചെയ്തു. ക്രിസ്തുവിന് തുല്യനാണ് ചെഗുവേരയെന്ന് പ്രഖ്യാപിക്കാൻ ഇവൻ ആരാണ് അധികാരം നൽകിയത്? ചത്തുമലയ്ക്കുന്നതിന് മുമ്പ് അവസാനമായി ചെഗുവേര പറഞ്ഞത് താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു. സ്വർഗത്തിൽ പോകാൻ ദൈവത്തിൽ വിശ്വസിക്കണമെന്നില്ല എന്ന് ഫ്രാൻസിസ് നടത്തിയ പ്രഖ്യാപനവുമായി ചെഗുവേരയുടെ ചാവുമൊഴി ചേർത്ത് വായിക്കപ്പെടണം. അതുപോലെ തന്നെ ഈ മനുഷ്യൻ വത്തിക്കാനിൽ കാലെടുത്തു വെച്ച നാൾ മുതൽ തുടങ്ങിയതാണ് യൂറോപ്പിലേക്ക് ഇസ്ലാമിക ഭീകരരെ അഭയാർത്ഥികളുടെ വേഷത്തിൽ സ്വീകരിക്കുന്നത്.
യൂറോപ്പിലെ ജനങ്ങൾ ഇസ്ലാമിക പരീക്ഷകളെ കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും ഇസ്ലാമിക അപദാനങ്ങൾ വീണയിൽ വായിക്കുകയാണ് വത്തിക്കാൻ രാജാവ്. ഇത് നാം തിരിച്ചറിയണം. അബ്രഹാമിക് മതങ്ങളുടെ ലയനം എന്ന പൈശാചിക ആശയം സാക്ഷാത്കരിക്കപ്പെട്ടാൽ മാത്രമേ എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ച സുഗമമാകുകയുള്ളൂ എന്ന് ഈ വ്യാജപ്രവാചകൻ അറിയാം. ഇല്യൂമിനാറ്റിയുടെ മറ്റൊരു അടയാളമാണ് പരിസ്ഥിതിവാദം. ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ള ഒരു വിഷയത്തിലേക്ക് സകലരുടെയും ശ്രദ്ധ തിരിക്കുകയെന്ന കൗശലമാണ് പരിസ്ഥിതിവാദത്തിലൂടെ ഇല്യൂമിനാറ്റികൾ ലക്ഷ്യമിടുന്നത്. ക്രിസ്തുവിൻ്റെ പുനരാഗമനം പടിവാതിൽക്കൽ എത്തി നിൽക്കെ സകല മനുഷ്യരുടെയും ശ്രദ്ധ അപരിഹാര്യമായ വിഷയത്തിലേക്ക് തിരിക്കേണ്ടത് പൈശാചിക ശക്തികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഫ്രാൻസിസ് എന്ന ആൻറ്റി പോപ്പിൻ്റെ പൈശാചിക അജണ്ട അനാവരണം ചെയ്യപ്പെടുന്നത് കാണണമെങ്കിൽ ആമസോൺ കാടുകളെക്കുറിച്ചുള്ള ഇയാളുടെ ദീനരോധനം ശ്രദ്ധിച്ചാൽ മതി. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഇയാൾക്ക് യാതൊരു വേദനയുമില്ല. ഇയാളുടെ വിലാപം മുഴുവൻ ആമസോൺ വനാന്തരങ്ങളിൽ കാട്ടുതീ പടർന്നതിനെക്കുറിച്ചാണ്. സകല പരിസ്ഥിതിവാദികളുടെയും പിന്നിൽ മറഞ്ഞിരിക്കുന്ന അജണ്ട നാം തിരിച്ചറിയണം. ദൈവത്തെ അവഗണിക്കാനും പ്രകൃതിയെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനും കൗശലപൂർവ്വം ഇലൂമിനാറ്റികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് പരിസ്ഥിതിവാദം. പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിഗൂഢമായാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ദൈവം ഇല്ലെന്ന് പറയുന്നതിന് പകരം ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് പോലും മനുഷ്യരെ അകറ്റി നിർത്തുക എന്ന കൗശലമാണ് ഇവിടെ ഇവർ പ്രയോഗിക്കുന്നത്. ദൈവം എന്ന് പറയേണ്ടിടത്തെല്ലാം പ്രകൃതി എന്ന് പറയാൻ ഇവർ പരിശീലിപ്പിക്കുന്നു. പ്രകൃതിയുടെ കരവിരുത്, പ്രകൃതി കനിഞ്ഞു നൽകിയ, പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന, പ്രകൃതിയുടെ സമ്മാനം, പ്രകൃതിയുടെ തിരിച്ചടി, പ്രകൃതിക്ഷോഭം തുടങ്ങിയ പ്രയോഗങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മനുഷ്യ മനസ്സുകളെ പിന്തിരിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ്. പ്രകൃതി ചികിത്സയും യോഗയുമെല്ലാം ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രകൃതിയെ ആരാധനാബിംബമായി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം ക്രൈസ്തവരെങ്കിലും ആർജിക്കണം. നികൃഷ്ട ജീവികൾക്ക് പോലും മനുഷ്യന് തുല്യമായ പരിഗണന നൽകുന്നതാണ് പരിസ്ഥിതിവാദം. ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമായതുകൊണ്ട് മനുഷ്യനെ മറ്റു ജീവികൾക്കൊപ്പം തരം താഴ്ത്തുന്നതിലൂടെ ദൈവത്തെ നിന്ദിക്കാമെന്ന് പരിസ്ഥിതിവാദികൾ കണക്കുകൂട്ടുന്നു. മനുഷ്യനെ ഇകഴ്ത്തുന്നതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് ദൈവത്തെയാണ്. കുന്നുകളും മലകളും നദികളും മരങ്ങളുമെല്ലാം വ്യക്തികളാണെന്ന വരട്ടുവാദമാണ് ഇപ്പോഴിവർ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വൈരണീഭരണം നടക്കുന്ന ന്യൂസിലാൻഡിൽ ഇങ്ങനെയൊരു പൈശാചിക സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തുള്ള നദികളെല്ലാം വ്യക്തികളാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 30/11/2021 മനോരമ ഓൺലൈനിൽ ഇതേക്കുറിച്ച് വാർത്ത വന്നിരുന്നു. അജണ്ടകളെല്ലാം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇന്ന് പ്രതിരോധത്തിനായി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ പല മടങ്ങ് സമ്പത്താണ് പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായി ഇലൂമിനാറ്റികൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിസിന്റെ ഇലൂമിനാറ്റി ബാന്ധവം തിരിച്ചറിയാനുള്ള അടയാളങ്ങളിലൊന്നായി പരിസ്ഥിതിവാദത്തെ മനോവ ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തമായ ബോധ്യത്തോടെയാണ്. പച്ചമാമ എന്ന വിഗ്രഹത്തെ തോളിലേറ്റി നടന്നതും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനായി സെമിനാറുകൾ നടത്തുന്നതും മാത്രമല്ല, സ്വന്തം പേര് തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ പോലും വ്യാജപ്രവാചകൻ തൻ്റെ അജണ്ട വ്യക്തമാക്കിയിട്ടുണ്ട്. അസീസിയിലെ ഫ്രാൻസിസിനോടുള്ള ഭക്തി മൂലമാണ് താൻ ഈ പേര് സ്വീകരിച്ചതെന്ന് ഇയാൾ തന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അസീസിയിലെ ഫ്രാൻസിസിനെ പരിസ്ഥിതിയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. രണ്ടാം ക്രിസ്തു എന്ന വിശേഷണവും ഫ്രാൻസിസിന് നൽകി. ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എതിർ ക്രിസ്തുവാണ് രണ്ടാം ക്രിസ്തു എന്നായിരിക്കും. കത്തോലിക്ക സഭയിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിന് നേരെ അനുഭാവപൂർവ്വം നീണ്ട കരവും അസീസിയിലെ ഫ്രാൻസിസിൻ്റെതായിരുന്നു. ഇതെല്ലാം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ജോർജ് മാരിയോ ബെർഗോളി എന്ന മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ ഫ്രാൻസിസ് എന്ന പേരിനോളം അനുയോജ്യമായ മറ്റൊരു പേര് ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. ഈ വിഷയം ഇവിടെ ഉപസംഹരിച്ചുകൊണ്ട് നമുക്ക് ഹലാൽ എന്ന വിഷയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. ഇലൂമിനാറ്റിയുടെ സ്വാധീനമുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളുമാണ് ഹലാലിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്ലാമിന് പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിനെ പിന്തുണച്ചുകൊണ്ട് ക്രിസ്തീയതയ്ക്കെതിരെ യുദ്ധം ചെയ്യുകയെന്ന കുതന്ത്രം ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു.
ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയുംക്കാൾ നന്നായി ക്രിസ്തുവിൻ്റെ പുനരാഗമനം സമീപിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഇവർക്ക് ഉറപ്പുണ്ട്. ആയതിനാൽ ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ സഭയ്ക്കുമെതിരെ ഏതറ്റം വരെയും പൊരുതാൻ ഇവർ സജ്ജരാണ്. അന്തിമ പോരാട്ടത്തിനുള്ള ധനസമാഹരണാർത്ഥം വാക്സിൻ വിൽപ്പന തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വാക്സിൻ എടുത്തവരെല്ലാം അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ച് നരകിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിർബന്ധിത വാക്സിനേഷനുമായി ഭരണകൂടങ്ങൾ ഭീകരവാഴ്ച നടത്തുന്നുവെങ്കിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ ഏതൊരു നിർബന്ധത്തിനും പിന്നിൽ മറഞ്ഞിരിക്കുന്ന പൈശാചികതയുണ്ട്. പൈശാചികത ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ദൈവത്തിനും ദൈവജനത്തിനും ദൈവിക സംവിധാനങ്ങൾക്കും എതിരായിരിക്കും. ആയുധ കച്ചവടത്തിലൂടെയും മരുന്ന് കച്ചവടത്തിലൂടെയും ഒഴുകുന്ന പണം മുഴുവൻ ചെന്നെത്തുന്നത് ഇല്ലൂമിനാറ്റിയുടെ ഭണ്ഡാരത്തിലാണെന്ന യാഥാർത്ഥ്യം പലർക്കും അറിയില്ല. ലോകത്തെ സമ്പത്തിൻ്റെ 90% ഇന്ന് ഇല്ലൂമിനാറ്റിയുടെ കയ്യിലാണ്. ലോക സമ്പദ്ഘടനയെ തന്നെ ഇന്ന് ഈ നിഗൂഢ സംഘമാണ് നിയന്ത്രിക്കുന്നത്. ഇവരുടെ ആജ്ഞാനുവർത്തികളായി നിലകൊള്ളുന്നവരെ സമ്പത്ത് കൊണ്ട് മൂടാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പല പരിസ്ഥിതിവാദികളും ഇല്ലൂമിനാറ്റിയുടെ ഫണ്ട് സ്വീകരിക്കുന്നവരാണ്. മാധ്യമങ്ങളിൽ പലതും നിലനിൽക്കുന്നത് തന്നെ ഇവരുടെ സാമ്പത്തിക പിന്തുണയോടെയാണെന്ന സത്യവും നാം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെയാണ് ഷാനി പ്രഭാകരനും കാരശ്ശേരിയും ചേർന്ന് മനോരമ ചാനലിൽ അഭിനയിച്ച് കൊഴിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട നാടകം ദുരൂഹമാകുന്നത്. മരുഭൂമിയിലെ ഒട്ടകപക്ഷിയും കാരശ്ശേരി മാഷും. കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ച കരുതുന്നത് തൻ്റെ ഈ പ്രവൃത്തി ആരും കാണുന്നില്ലെന്നാണ്. ഇതിന് സമാനമായ ഒരു രീതി മരുഭൂമിയിലെ ഒട്ടകപക്ഷിക്കുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മനോരമ ചാനലിൽ അരങ്ങേറിയ ചവിട്ട് നാടകത്തിൽ സാമാന്യ ബുദ്ധികൾ കണ്ടതും ഒട്ടകപക്ഷികളുടെ വ്യായാമ മുറകളായിരുന്നു. തങ്ങളുടെ അജണ്ട തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തയ്യാറാകുന്ന ഒരു ന്യൂനപക്ഷം കേരളത്തിലുണ്ടെന്ന് ഒട്ടകപക്ഷികൾക്കറിയാം. അങ്ങനെയുള്ളവരുടെ വായടപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇല്ലൂമിനാറ്റി മാധ്യമങ്ങളും ഇടത് സാംസ്കാരിക പിമ്പുകളും സർവ്വസജ്ജരാണ്. മലയാളികളെ വിഡ്ഢികളാക്കി നിലനിർത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളെക്കാൾ വലിയവരായി ആരുമില്ലെന്ന മലയാളിയുടെ പൊതുബോധത്തെ അരക്കിട്ടുറപ്പിക്കാൻ അരിഭക്ഷണത്തിൻ്റെ മാഹാത്മ്യം കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുന്നതിൽ കപട സാംസ്കാരിക നായകന്മാർ വഹിക്കുന്ന പങ്ക് വലുതാണ്. ഈ സാമൂഹ്യ വിരുദ്ധ സംഘമാണ് മതേതരവാദികളുടെ കപടവേഷം ധരിച്ച് ക്രൈസ്തവരെ പുലഭ്യം പറയാൻ രംഗത്തിറങ്ങുന്നത്. ഇവറ്റകളുടെ മതേതര മുഖംമൂടികൾ തേഞ്ഞു തീർന്നതും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടതും ഇവറ്റകൾ മാത്രം തിരിച്ചറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ കാരശ്ശേരി ഈ സാഹസത്തിന് മുതിരുമായിരുന്നോ? ഹലാൽ സാക്ഷ്യപത്രത്തെക്കുറിച്ച് കാരശ്ശേരി മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മലയാളികളെല്ലാം മരുഭൂമിയിലെ മണലിൽ തലപൂഴ്ത്തിയവരാണെന്ന് ഇയാൾ സ്വയം തെറ്റിദ്ധരിച്ചു. ഹലാൽ സാക്ഷ്യപത്രം എന്നത് രക്തം പൂർണ്ണമായും ഒഴുക്കിക്കളഞ്ഞു എന്നതിൻ്റെയും രോഗം വന്നു ചത്തതല്ല എന്നതിൻ്റെയും ശുചിത്വം ഉറപ്പുവരുത്തി എന്നതിൻ്റെയും സാക്ഷ്യപത്രമാണെന്ന് കാരശ്ശേരി നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. എടോ കാരശ്ശേരി, പന്നിയും പശുവും മാത്രമല്ല, കാട്ടിൽ നിന്ന് പിടിക്കുന്ന മാനിൻ്റെ പോലും മാംസം യൂറോപ്പിലെ വിപണികളിൽ ലഭിക്കും. എല്ലാ പരിശോധനകളും കഴിഞ്ഞ് യൂറോപ്പിലെ വിപണികളിൽ വൃത്തിയോടെ വിൽക്കപ്പെടുന്ന മാംസത്തിൽ ഉസ്താദിൻ്റെ തുപ്പലും മൂത്രവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഭക്ഷ്യവിഷബാധ എന്ന് യൂറോപ്പിലെ ജനങ്ങൾ കേട്ടിട്ട് പോലുമില്ല. ഇവിടെയാണ് കാരശ്ശേരിയുടെ ഹലാൽ ജൽപ്പനം ഏശാതെ പോകുന്നത്. യൂറോപ്പിലെ ഭക്ഷ്യവിപണികളിലേക്കുള്ള പക്ഷികളെയും മൃഗങ്ങളെയും കൊല്ലുന്നത് വെറ്ററിനറി സർജനാണ്. അണുവിമുക്തമാക്കപ്പെട്ട ഫാക്ടറിയിൽ എല്ലാ ശുചിത്വ നിയമങ്ങളും പാലിച്ചാണ് മാംസം തയ്യാറാക്കുന്നത്. തുപ്പാനും വിസർജിക്കാനും ഉസ്താദുമാർ ഫാക്ടറിയുടെ പരിസരത്ത് പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് 6-ാം നൂറ്റാണ്ടിനിപ്പുറം വളരാത്ത ഇസ്ലാമിക ജൽപ്പനങ്ങൾ എല്ലായിടത്തും ചെലവാക്കാൻ കാരശ്ശേരി ശ്രമിക്കരുത്. ഹലാൽ സാക്ഷ്യപത്രം എന്താണെന്ന് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും വേണ്ട. കാരശ്ശേരിക്കും ഷാനി പ്രഭാകരനും അറിയില്ലെങ്കിൽ ഞങ്ങൾ അത് പഠിപ്പിക്കാം. ഹലാൽ സാക്ഷ്യപത്രം ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഭോജനശാല ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പരിശോധിച്ച്
ഇസ്ലാമിക നിയമപ്രകാരം ഹലാലാണെന്ന് വ്യവസ്ഥാപിത പ്രതിനിധി സഭകൾ നൽകുന്ന സാക്ഷ്യപത്രമാണ് ഹലാൽ സാക്ഷ്യപത്രം. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ ഹലാൽ സാക്ഷ്യപത്രം നിർബന്ധമാണ്. ഹലാൽ സാക്ഷ്യപത്രം നൽകുന്ന നിരവധി അംഗീകൃത പ്രതിനിധി സഭകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ജാമിയത്ത് ഉലമ ഇ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ്, ഹലാൽ ഇന്ത്യ, ഹലാൽ സർട്ടിഫിക്കേഷൻ സർവീസസ് എന്നീ സ്ഥാപനങ്ങൾ അവയിൽ ചിലതാണ്. മാംസത്തിൻ്റെ ഗുണനിലവാരമല്ല ഈ സ്ഥാപനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്, മറിച്ച് ഇസ്ലാമിക നിയമപ്രകാരം ബിസ്മി ചൊല്ലിയാണ് മൃഗങ്ങളെ അറക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇവരുടെ ഉത്തരവാദിത്തം. അതായത് അല്ലാഹുവിൻ്റെ നാമത്തിൽ കൊല്ലണം. അപ്പോൾ മാത്രമേ അല്ലാഹു അതിനെ ഹലാൽ ആക്കുകയുള്ളൂ. ഓതി തുപ്പുന്നതൊക്കെ പൈശാചികതയുടെ പൂർണ്ണതയ്ക്കായി ചെയ്യുന്ന കൂടോത്രങ്ങളാണ്. ഇസ്ലാം മത വിശ്വാസികൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ മനോവയ്ക്ക് താല്പര്യമില്ല, അവകാശവുമില്ല. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഇത് ഭക്ഷിക്കാൻ അനുവാദമില്ലെന്ന് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം മനോവയ്ക്കുണ്ട്. ഷാനി പ്രഭാകരനും കാരശ്ശേരിയുമെന്നല്ല, പിണറായി സാമ്രാജ്യം മുഴുവൻ ഫത്വ പുറപ്പെടുവിച്ചാലും മനോവ പറയാനുള്ളത് പറയും. ആയതിനാൽ തുപ്പൽ ഹലാലിനെ കുറിച്ച് അല്പം കൂടി പറയാം. ഉസ്താദിൻ്റെ തുപ്പൽ വീണാൽ ഹലാലാകുമോ? ഉസ്താദ് ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് തുപ്പുന്നത് ഹലാലാക്കലിൻ്റെ ഭാഗമാണെന്നത് വെറും ആരോപണം മാത്രമാണ്. ഇസ്ലാമിക നിയമങ്ങളിൽ ഒരിടത്ത് പോലും തുപ്പലിലൂടെ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഹലാലാക്കാൻ സാധിക്കുമെന്ന് അനുശാസിക്കുന്നില്ല. ഹലാലിനെ സംബന്ധിക്കുന്ന നിയമങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും. എന്താണ് ഹലാൽ ഭക്ഷണം? ഇസ്ലാം ഭക്ഷണകാര്യത്തിൽ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാംസഭക്ഷണത്തിൽ ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ കശാപ്പ് ചെയ്താൽ മാത്രമേ അത് ഹലാലാകുകയുള്ളൂ. അല്ലാഹുവിനാൽ അനുവദിക്കപ്പെട്ടത് എന്നാണ് ഹലാൽ എന്ന അറബി വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹലാൽ എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ഹറാം. നിഷിദ്ധമാക്കപ്പെട്ടത് എന്നാണ് ഹറാമിൻ്റെ അർത്ഥം. ഹലാലായ ഭക്ഷണത്തെക്കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറയുന്നു: ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായാൽ അവൻ്റെ മേൽ കുറ്റമില്ല. എന്നാൽ അവൻ നിയമലംഘനത്തിന് മുതിരാതിരിക്കുകയും അനിവാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സൂറ 2 അധ്യായം 173 വാക്യം. അല്ലാഹുവിൻ്റെ പേരിൽ അറക്കപ്പെടുക എന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റൊരു ആയത്ത് ഇങ്ങനെ: ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ശ്വാസം മുട്ടി ചത്തത്, അടിച്ചു കൊന്നത്, വീണ് ചത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗം കടിച്ചു തിന്നത് എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജീവനോടെ നിങ്ങൾ അറുത്തത് ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ബലിയർപ്പിക്കപ്പെട്ടതും നിഷിദ്ധമാകുന്നു. വല്ലവനും പട്ടിണി കാരണം നിഷിദ്ധമായത് തിന്നുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവൻ അധർമ്മത്തിലേക്ക് ചായ്വുള്ളവനല്ലെങ്കിൽ തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു. സൂറ 5 അധ്യായം 3 വാക്യം. അല്ലാഹുവിൻ്റെ പേരിൽ അറക്കപ്പെടുകയെന്നാൽ അല്ലാഹുവിന് ബലിയർപ്പിക്കുക എന്ന് തന്നെയാണ് വിവക്ഷിക്കുന്നത്. സമർപ്പണം തന്നെയാണ് ബലി. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിഷിദ്ധമാണ്. ദൈവവചനത്തിലൂടെ ക്രിസ്ത്യാനികൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ ഒരുവൻ ഭക്ഷിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് അവൻ വിച്ഛേദിക്കപ്പെടുന്നു. സംരക്ഷണമില്ലാത്ത അവസ്ഥ എന്നത് നാശത്തിനായി സമർപ്പിക്കപ്പെട്ട അവസ്ഥ തന്നെയാണ്. ജിഹാദികൾക്ക് തങ്ങളുടെ ഇംഗിതത്തിന് ക്രിസ്ത്യാനികളെ ഇരയാക്കണമെങ്കിൽ ഈ അവസ്ഥയിൽ അവരെ എത്തിക്കണം. നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തു മാത്രമായി ക്രിസ്ത്യാനികളെ രൂപാന്തരപ്പെടുത്തുന്നതിന് ഹലാൽ ഭക്ഷണം വലിയ അളവിൽ കാരണമാകുന്നു. അനുവദനീയമല്ലാത്ത വസ്തുക്കൾ: പന്നി, പട്ടി മുതലായവ പല്ലും നഖവും ഉപയോഗിച്ച് ഇര പിടിക്കുന്ന മാംസഭുക്കുകളായ മൃഗങ്ങൾ, പരുന്ത്, കഴുകൻ പോലുള്ള പക്ഷികൾ, എലി, പഴുതാര തുടങ്ങിയ ജീവികൾ, ഈച്ച, തേൻതുമ്പി, മരംകൊത്തി മുതലായവ, രക്തം,
അല്ലാഹു അല്ലാത്തവയുടെ പേരിൽ അറുക്കപ്പെട്ടത്, ശവം, വീണു ചത്ത മൃഗങ്ങൾ, അടിച്ചു കൊന്നത് മുതലായവയും മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും. ഇവയൊക്കെയാണ് ഇസ്ലാമിന് നിഷിദ്ധമായ വസ്തുക്കൾ. അതായത് ഇവയെല്ലാം ഇസ്ലാമിന് ഹറാമാണ്. ഇവിടെ പ്രധാനമായും നാം കാണേണ്ടത് അല്ലാഹു അല്ലാത്തവയുടെ പേരിൽ അറുക്കപ്പെട്ടതും അർപ്പിക്കപ്പെട്ടതുമാണ്. അല്ലാഹുവിൻ്റെ നാമത്തിലല്ലാതെ മറ്റാരുടെയെങ്കിലും നാമത്തിൽ അറുക്കപ്പെടുകയോ അർപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒന്നും ഇസ്ലാമിന് സ്വീകാര്യമല്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഒരു നിയമം ശ്രദ്ധിക്കുക. നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യം. ഇത് ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന സത്യദൈവത്തിൻ്റെ നാമത്തിലാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം സമർപ്പിക്കപ്പെട്ടവ ഇസ്ലാമിന് സ്വീകാര്യമല്ല. അതായത് സൈന്യങ്ങളുടെ ദൈവമായ യാഹ്വയുടെ നാമത്തിലോ യേശുവയുടെ നാമത്തിലോ അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ ഇസ്ലാമിന് നിഷിദ്ധമാണ്. ഇതിൽ നിന്ന് തന്നെ അല്ലാഹുവും യാഹ്വയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ അല്ലാഹുവിൻ്റെ നാമത്തിൽ അറുക്കപ്പെട്ട മാംസം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാർപ്പിതമാണ്. എന്നാൽ ക്രൈസ്തവരുടെ ആചാര്യന്മാർ ഇതിനെയെല്ലാം നിസാരങ്ങളായി കാണുന്നു. അങ്ങനെ വഴിപിഴച്ചു പോയ ഒരു തലമുറയായി ക്രൈസ്തവർ രൂപപ്പെട്ടു. കശാപ്പ് ചെയ്യുന്നത് എങ്ങനെ? അനുവദനീയമായ മൃഗങ്ങളുടെ മാംസം ഹലാലാകുവാൻ അത്തരം മൃഗങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കശാപ്പുകാരൻ പ്രായപൂർത്തിയായ സ്ഥിരബുദ്ധിയുള്ള മുസ്ലിം ആയിരിക്കണം. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മറ്റുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ക്രിസ്ത്യൻ യഹൂദ മതക്കാർ കശാപ്പ് ചെയ്താലും മതിയാകും. നിബന്ധനകൾ പാലിക്കുക എന്നാൽ അവർ അല്ലാഹുവിൻ്റെ നാമത്തിൽ ചെയ്യണമെന്നർത്ഥം. കശാപ്പിന് മുമ്പ് മതിയായ തീറ്റയും വെള്ളവും കൊടുത്തിരിക്കണം. കശാപ്പിന് ഉപയോഗിക്കുന്ന കത്തി വളരെ മൂർച്ചയുള്ളതായിരിക്കണം. കശാപ്പ് ചെയ്യുന്ന മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് കത്തി മൂർച്ച കൂട്ടുവാൻ പാടുള്ളതല്ല. ഒരു മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് മറ്റ് മൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ പാടില്ല. കശാപ്പ് ചെയ്യപ്പെടുന്ന മൃഗത്തിൻ്റെ തല അബയുടെ നേരെ തിരിക്കുക. കശാപ്പ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വെള്ളം കുടിപ്പിച്ചിരിക്കണം. കശാപ്പ് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അതായത് അല്ലാഹുവിൻ്റെ നാമത്തിൽ അല്ലാഹു വലിയവനാണ് എന്ന് പറയണം. കശാപ്പ് ചെയ്യുന്നത് ഒറ്റ പ്രാവശ്യം കഴുത്തിലെ 4 ഞരമ്പുകൾ മുറിച്ചുകൊണ്ടായിരിക്കണം. മൃഗങ്ങളെ കൊല്ലുമ്പോൾ പാലിക്കേണ്ട ഈ നിയമങ്ങളൊന്നും മനുഷ്യരെ കൊല്ലുന്ന കാര്യത്തിൽ പാലിക്കേണ്ടതില്ല എന്നതാണ് ദുരൂഹതയുണർത്തുന്ന വൈരുദ്ധ്യം. മനുഷ്യരെ കൊല്ലുമ്പോൾ അത് മറ്റുള്ളവർക്ക് പാഠമാകേണ്ടതിന് ക്രൂരമായും പരസ്യമായും ചെയ്യണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇതൊക്കെയാണ് ഹലാലിനെ സംബന്ധിക്കുന്ന ഇസ്ലാമിക നിയമമെങ്കിൽ ഉസ്താദിൻ്റെ തുപ്പൽ കലാപരിപാടി എന്താണ്? ഇത് ഹലാലുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ആചാരമല്ല. ഇസ്ലാം മതക്കാർ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഒരു ആഭിചാര ക്രിയയാണിത്. ഭക്ഷ്യവസ്തുക്കളിൽ തുപ്പുന്നതായി തോന്നുമെങ്കിലും അതിനുമപ്പുറം ഇതിൻ്റെ പിന്നിൽ ആഭിചാരത്തിൻ്റെ മേഖലയുണ്ട്. ഖുർആൻ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ ഊതുകയാണ് ചെയ്യുന്നതെങ്കിലും ഊതുന്ന ഉസ്താദിൻ്റെ തുപ്പൽ വീഴുക എന്നത് സ്വാഭാവികമായ പ്രതിഭാസമാണ്. ചികിത്സയുടെ ഭാഗമായും ഇസ്ലാം മതക്കാർ ഈ ആഭിചാരം ചെയ്യാറുണ്ട്. ഓതിക്കൊടുക്കൽ എന്നാണ് ഈ ആഭിചാര കർമ്മത്തെ ഇസ്ലാം വിശേഷിപ്പിക്കുന്നത്. വെള്ളം, ഉപ്പ് തുടങ്ങിയവ ഇപ്രകാരം ഉസ്താദുമാർ ഓതിക്കൊടുക്കുന്നു. ഖുറാനിലെ പൈശാചിക സൂക്തങ്ങൾ ഓതിയതിനു ശേഷം അതിലേക്ക് ശക്തമായി ഊതുന്നതാണ് പരമ്പരാഗതമായ രീതി. ഈ ഊതൽ പിശാചിന് നേരെയാണെന്ന് ഇവർ പറയുന്നു. പിശാചിന് നേരെയുള്ള ഊതലായതുകൊണ്ട് തന്നെ തുപ്പുകയും ചെയ്യാറുണ്ട്. ഇസ്ലാം മത വിശ്വാസത്തിന്റെ ഭാഗമായി തുടർന്നു വരുന്ന ഒരു ആചാരമാണല്ലോ സാത്താന്റെ പ്രതീകത്തിന് നേരെയുള്ള കല്ലേറ്. വിശ്വപ്രസിദ്ധമായ ഈ പരിപാടിയെക്കുറിച്ച് കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെന്ന് മനോവ കരുതുന്നില്ല. ഹലാൽ എന്നത് മാംസാഹാരവുമായി ബന്ധപ്പെട്ട നിയമം മാത്രമാണെങ്കിൽ തുപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഊതൽ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും മേലും പ്രയോഗിക്കാറുണ്ട്. സമൂഹമായി പങ്കുചേരുന്ന വിരുന്നു സൽക്കാരങ്ങളിലാണ് ഉസ്താദുമാർ ഊതുകയും തുപ്പുകയും ചെയ്യുന്നത്.
വീട്ടിലും മറ്റു ചെറിയ സൽക്കാരങ്ങളിലും ഊതുന്നത് ആ വീട്ടിലെ അംഗങ്ങൾ തന്നെയാണ്. ഭക്ഷണപദാർത്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന പിശാചിനെ പുറത്താക്കാനാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് അറിയാത്ത ഇസ്ലാം മതക്കാർ ഉണ്ടാകില്ലെന്നിരിക്കെ കാരശ്ശേരിയും സംഘവും നടത്തിയ ന്യായീകരണ സമ്മേളനത്തെ ഒട്ടകപ്പക്ഷിയുടെ കലാപരിപാടിയോടല്ലാതെ മറ്റെന്തിനോടാണ് ഉപമിക്കേണ്ടത്? കാരശ്ശേരിക്കും പ്രോ ഇസ്ലാമിസ്റ്റുകൾക്കും അറിയാത്തതല്ലെങ്കിലും അറിയാത്തവർക്കായി ഖുറാനിലെ ഒരു ആയത്ത് ഇവിടെ കുറിക്കാം. അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്, തീർച്ചയായും അത് അധർമ്മമാണ്. നിങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് തീർച്ചയായും ദുർബോധനം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിനോട് പങ്കുചേരുന്നവരല്ലാതായി പോകും. സൂറ 6 അധ്യായം 121 വാക്യം. ഭക്ഷ്യ വിഭവങ്ങളിലേക്ക് ഉസ്താദുമാർ നടത്തുന്ന ഊതലിൻ്റെയും തുപ്പലിൻ്റെയും രഹസ്യം ഈ ഖുറാൻ വാക്യത്തിലുണ്ട്. അതുകൊണ്ട് ഷാനി പ്രഭാകരനും ഇച്ചികൾ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇടതു ചിന്തകരും ക്രിസ്ത്യാനികളെ ബോധവൽക്കരിക്കാൻ നടത്തുന്ന അഭ്യാസങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. ഇവിടെ ചില കാര്യങ്ങൾ മനോവയ്ക്ക് പറയാനുണ്ട്. സാംസ്കാരിക നായകരുടെ വേഷത്തിൽ ഉപജീവനം കഴിക്കുന്നവരോടും ഇടതുപക്ഷ മാധ്യമ ദല്ലാൾമാരോടുമാണ് പറയാനുള്ളത്. ഇസ്ലാമിനും മറ്റു വിജാതിയർക്കും തങ്ങളുടെ വിശ്വാസങ്ങൾ വെച്ചു പുലർത്താനുള്ള അവകാശമുള്ളതുപോലെ ക്രൈസ്തവർക്ക് തങ്ങളുടെ സമൂഹത്തിന് വിശ്വാസ പരിശീലനം നൽകാനുള്ള അവകാശമുണ്ട്. ഇസ്ലാം മത വിശ്വാസികൾ തങ്ങളുടെ കുട്ടികളെ മുലകുടി മാറുമ്പോൾ തന്നെ മദ്രസകളിലേക്ക് വിശ്വാസ പരിശീലനത്തിനായി അയക്കുന്നു. മറ്റു മതത്തിൽപ്പെട്ട കുട്ടികളുമായി എത്രത്തോളം ബന്ധം പുലർത്താമെന്നും അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കേണ്ടത് എങ്ങനെയാണെന്നും മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ്. സർക്കാരിന്റെ ചെലവിൽ ജിഹാദിസം പരിശീലിപ്പിക്കുന്നതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഇടത് മാധ്യമങ്ങളെയും സാംസ്കാരിക വിടുവായന്മാരെയും നാം കാണാറുണ്ട്. ജിഹാദി പരിശീലന കേന്ദ്രങ്ങൾ സർക്കാരിന്റെ ചെലവിൽ നടക്കുന്നതിനെ ന്യായീകരിക്കാനാണ് ഇവർ രംഗത്തിറങ്ങുന്നത്. മദ്രസകളിൽ പഠിപ്പിക്കുന്നത് സെക്കുലറിസം അല്ലെന്നും ഇസ്ലാം മതത്തിന്റെ നിയമങ്ങളാണെന്നും തിരിച്ചറിയാത്തവരാണോ കേരളത്തിലെ കപട മതേതര ജൽപ്പകർ? ഹലാൽ മാത്രമേ ഭക്ഷിക്കാവൂ എന്ന് ഇസ്ലാമിക മത നേതാക്കൾ തങ്ങളുടെ സമൂഹത്തെ ഉപദേശിക്കുന്നതിൽ മനോവയ്ക്കോ യഥാർത്ഥ ക്രൈസ്തവർക്കോ പരാതിയൊന്നുമില്ല. മാധ്യമങ്ങൾ അതിനെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നുമില്ല. എന്നാൽ ഹലാൽ ഭക്ഷിക്കരുതെന്ന് ക്രൈസ്തവ വിശ്വാസ പരിശീലകർ തങ്ങളുടെ സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന കപട മതേതരത്വത്തെ വകവയ്ക്കാൻ മനോവയ്ക്കോ ക്രൈസ്തവർക്കോ ആകില്ല. ക്രൈസ്തവ സഭാ നേതാക്കന്മാർ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നവരാണ് എന്ന ആക്രോശവുമായി ഇറങ്ങിയാൽ അത് വകവെച്ച് തരികയുമില്ല. ഹലാലായത് മാത്രമേ കഴിക്കാവൂ എന്ന് ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ പഠിപ്പിക്കുന്നതിനെ ക്രൈസ്തവർ ചോദ്യം ചെയ്യാത്തതുപോലെ ഹലാലായത് കഴിക്കരുത് എന്ന് ക്രൈസ്തവർ തങ്ങളുടെ സമൂഹത്തെ പഠിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ ഒരുത്തനും അവകാശമില്ല. എന്തേ കേരളത്തിലെ മാധ്യമങ്ങൾക്കും സാംസ്കാരിക നായകരായി ചമഞ്ഞിറങ്ങുന്നവർക്കും ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ്? ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്തെന്നാൽ ശക്തവും വിശുദ്ധവുമായ നിയമങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സമൂഹമാണ് ക്രൈസ്തവർ. ഏതെങ്കിലും സാംസ്കാരിക എംബോക്കികൾ കുരച്ചാൽ മാറ്റിവെക്കാവുന്നതല്ല ഈ നിയമങ്ങൾ. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനോ മറ്റേതെങ്കിലും വിഗ്രഹങ്ങൾക്കോ വിജാതീയരുടെ ദുർമൂർത്തികൾക്കോ അർപ്പിച്ച വസ്തുക്കൾ ഭക്ഷിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വസ്തുക്കൾ ഭവനങ്ങളിൽ സൂക്ഷിക്കാനോ സ്പർശിക്കാൻ പോലുമോ അനുവാദമില്ല. ദൈവിക നിയമങ്ങൾ അവഗണിക്കുക വഴി ദൈവിക സംരക്ഷണം നഷ്ടമാകുകയും സാത്താന്റെ പിടിയിൽ അകപ്പെടുകയും ചെയ്യുമെന്നതിനാൽ ഇക്കാര്യങ്ങൾ ക്രൈസ്തവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവയിൽ നിന്ന് അകന്നിരിക്കണമെന്ന ഉപദേശത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. ക്രൈസ്തവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഉപദേശം ശ്രദ്ധിക്കുക. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15 അധ്യായം 29 വാക്യം. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കരുതെന്ന് മാത്രമല്ല, അവയിൽ നിന്ന് അകന്നിരിക്കണമെന്ന് കൂടി ക്രൈസ്തവർക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് വിഗ്രഹാർപ്പിതമായ വസ്തുക്കളിലൂടെ വന്നു ഭവിക്കുന്ന ദുരന്തത്തിന്റെ മാരകാവസ്ഥയാണ്. അനേകരെ സത്യദൈവത്തിൽ നിന്നും
സത്യവിശ്വാസത്തിൽ നിന്നും അകറ്റിയിട്ടുള്ള ഒന്നാണിത്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കരുതെന്ന നിയമം മാത്രമല്ല ക്രൈസ്തവർക്ക് ലഭിച്ചിട്ടുള്ളത്. മറിച്ച് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് യേശുവായുടെ നാമത്തിൽ കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം ആയിരിക്കണമെന്ന് കൂടി ക്രൈസ്തവരോട് കൽപ്പിച്ചിട്ടുണ്ട്. വിഗ്രഹാർപ്പിതമാണെന്ന് മനസ്സിലായ വസ്തുക്കളുടെ കാര്യത്തിലല്ല ഈ നിയമം നൽകപ്പെട്ടിരിക്കുന്നത്. വിഗ്രഹാർപ്പിതമാണെന്ന് അറിവ് ലഭിച്ച വസ്തുക്കളെ സ്പർശിക്കുന്നത് പോലും ക്രിസ്ത്യാനിക്ക് നിഷിദ്ധമാണ്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവയാണെന്ന അറിവ് ലഭിക്കാത്തവ ഭക്ഷിക്കുമ്പോൾ അത് യേശുവായുടെ നാമത്തിലാണെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നാം ഇവിടെ പരിശോധിച്ചതുകൊണ്ട് ഇനിയും അത് ആവർത്തിക്കുന്നില്ല. എന്നാൽ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്യുമ്പോഴും അത് യേശുവായുടെ നാമത്തിൽ ചെയ്യണമെന്ന് ഉപദേശിക്കുന്ന മറ്റൊരു വചനം ഇവിടെ കുറിക്കേണ്ടിയിരിക്കുന്നു. ഉപദേശം ഇതാണ്: നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം യേശുവ വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. കൊളോസോസ് 3:17 ക്രിസ്ത്യാനിക്ക് ലഭിച്ചിരിക്കുന്ന നിയമമാണിത്. ഈ നിയമം അനുസരിക്കാൻ ഓരോ ക്രിസ്ത്യാനിക്കും ബാധ്യതയുണ്ട്. നിയമം അനുസരിക്കുമ്പോൾ മാത്രമാണ് ക്രൈസ്തവ സഭയുടെ ഭാഗമായി തുടരാൻ ഒരുവന് സാധിക്കുകയുള്ളൂ. നിയമങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഏതൊരു മതത്തിലെയും കാര്യം ഇതുതന്നെയാണ്. ഇസ്ലാമിനോട് അവരുടെ പ്രവാചകൻ ഹലാൽ മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്ന് കൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അത് അനുസരിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അവർ തങ്ങളുടെ നിയമം അനുസരിക്കുന്നതിൻ്റെ പേരിൽ അവരെ വിമർശിക്കാൻ പുറത്തുള്ളവർക്ക് അവകാശമില്ല. ഹലാൽ ഭക്ഷിക്കരുതെന്ന് നിയമം ലഭിച്ചിട്ടുള്ള ക്രിസ്ത്യാനികൾ അത് അനുസരിക്കുകയും അനുസരിക്കാൻ സഭാംഗങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് അവരുടെ കുരുപൊട്ടലായി മാത്രമേ ക്രിസ്ത്യാനികൾ കാണുകയുള്ളൂ. ഏതു മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അതാത് മതങ്ങളുടെ നിയമങ്ങൾ അനുസരിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന സാമാന്യ ബോധമെങ്കിലും ഇടതുപക്ഷ സാംസ്കാരിക ശുനകന്മാർ ആർജിക്കണം. സാംസ്കാരിക നായാട്ടുകാർക്കോ ഇടതുപക്ഷ ആക്ടിവിസ്റ്റുകൾക്കോ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള ഒരവകാശവും ആരും വകവെച്ചു തരില്ല. അതുകൊണ്ട് ഷാനി പ്രഭാകരൻ്റെയും കാരശ്ശേരിയുടെയും അസുഖത്തിനുള്ള ചികിത്സ അവർ തന്നെ തേടണം. ആയതിനാൽ ഷാനി പ്രഭാകരനും കാരശ്ശേരി മാഷിനും ഓരോ ചുരുളി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ ഉപസംഹരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് പൊതുവായ ചില കാര്യങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില മതനിയമങ്ങളുമാണ്. മതത്തിനുള്ളിൽ മാത്രം നിലനിൽക്കുന്ന നിയമങ്ങളാണ് മതനിയമങ്ങൾ. മതത്തിനു പുറത്തുള്ളവരെ ബാധിക്കുന്ന നിയമങ്ങൾ ഏതെങ്കിലും മതങ്ങളിലുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പുറത്തുള്ളവർ തയ്യാറാകേണ്ടതില്ല. ഹലാൽ ഭക്ഷണം കഴിക്കാൻ ഇസ്ലാമിന് പുറത്തുള്ളവരെ ഇസ്ലാം നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ്. മതത്തിൽ ചേരാനോ മതനിയമങ്ങൾ അനുശാസിക്കാനോ പുറത്തുള്ളവരെ നിർബന്ധിക്കുന്നത് ധാർഷ്ട്യമായി പരിഗണിക്കപ്പെടുകയും എതിർക്കുകയും വേണം. പന്നിയിറച്ചിയോ പശുവിറച്ചിയോ കഴിക്കാതിരിക്കാനും അത് കഴിക്കരുതെന്ന് അതാത് മതങ്ങൾക്കുള്ളിൽ പഠിപ്പിക്കാനും അവകാശമുണ്ടെങ്കിലും മതത്തിന് പുറത്തുള്ളവർ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒരുത്തർക്കുമില്ല. അത് ചില മതങ്ങളുടെ ധാർഷ്ട്യവും തിണ്ണമിടുക്കുമാണ് വെളിവാക്കുന്നത്. ഇത്തരത്തിൽ ധാർഷ്ട്യവും തിണ്ണമിടുക്കും പ്രകടിപ്പിക്കുന്ന രണ്ട് മതങ്ങളാണ് ഹിന്ദു മതവും ഇസ്ലാം മതവും. തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ഇവർ തങ്ങളുടെ മതനിയമങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ക്രൈസ്തവർ ഭൂരിപക്ഷമായിരിക്കുന്ന ഒരു രാജ്യത്ത് പോലും മറ്റു മതങ്ങളുടെ മേൽ തങ്ങളുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇതാണ് ദൈവികതയും പൈശാചികതയും തമ്മിലുള്ള അന്തരം. ദൈവമായ യാഹ്വേ നിയമങ്ങൾ നൽകിയത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ്. ഈ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ അംഗങ്ങളാകാൻ പുറത്തുള്ളവർക്കും അവസരം നൽകുമ്പോഴും അതിൽ നിർബന്ധം ചെലുത്താൻ അനുവദിച്ചിട്ടില്ല എന്നതാണ് ദൈവിക നിയമങ്ങളുടെ പ്രത്യേകത. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവന് എന്തും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. നന്മയോ തിന്മയോ അവന് തിരഞ്ഞെടുക്കാം. നന്മയ്ക്കും തിന്മയ്ക്കും ലഭിക്കുന്ന പ്രതിഫലങ്ങളിലെ വ്യത്യാസം അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെക്കാൾ നീതിയുക്തമായ നിയമം മറ്റേതാണ്? അതുകൊണ്ടാണ് നിയമങ്ങൾ മുന്നിൽ വെച്ചതിന് ശേഷം ഇപ്രകാരം ചോദിച്ചത്:
ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേതു ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്. നിയമഗ്രന്ഥം 4-ാം അധ്യായം 8-ാം വാക്യം. ഈ ശ്രേഷ്ഠ നിയമങ്ങൾ ഞങ്ങൾ പാലിക്കുകയും പാലിക്കാൻ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യും. ഇതിനെതിരെ ആര് തൊണ്ട പൊട്ടിച്ചിട്ടും കാര്യമില്ല. ക്രൈസ്തവരുടെ വിശ്വാസ പരിശീലനത്തിനെതിരെ ആക്രോശിക്കുന്ന സകലരോടുമായി ചോദിക്കുകയാണ്, ക്രൈസ്തവർ ഹലാൽ ഭക്ഷണം കഴിക്കാതിരുന്നാൽ സമൂഹത്തിൽ എന്തു പ്രശ്നമാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഇസ്ലാമിനെ പന്നിമാംസം ഭക്ഷിക്കാനോ ഹിന്ദുവിനെ ഗോമാംസം ഭക്ഷിക്കാനോ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഹലാൽ അടക്കം വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവയിൽ നിന്ന് ക്രൈസ്തവർ വിട്ടുനിൽക്കുന്നതിനെ സംഘടിതമായി എതിർക്കാൻ രംഗത്ത് വരുന്നവർക്ക് വ്യക്തമായ അജണ്ടയുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ആഗോളതലത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലൂമിനാറ്റിയുടെ അജണ്ടയാണ്. ക്രിസ്തീയതയെ ഉന്മൂലനം ചെയ്യുക എന്ന അജണ്ട. ഇല്ലൂമിനാറ്റിയുടെ സ്വാധീനമുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളുമാണ് ഹലാലിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്ലാമിന് പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. നിയമത്തിൻ്റെ കടന്നുകയറ്റം. ജിഹാദ് എന്ന അറബി വാക്കിനെ ഭീകരതയുടെ പര്യായമായി പരിഗണിക്കുന്ന അനേകരുണ്ട്. ഇസ്ലാം മതം തന്നെയാണ് ഈ തെറ്റിദ്ധാരണ ലോകത്തിന് സമ്മാനിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വലിയ അളവ് വരെ അത് ശരിയാണ്. എന്നാൽ ജിഹാദ് എന്ന വാക്കിന് ഭീകരത എന്ന അർത്ഥമല്ല ഉള്ളത്. ജിഹാദിൽ ഏർപ്പെടുക എന്നാൽ മതം പ്രചരിപ്പിക്കുക എന്നാണ് യഥാർത്ഥ അർത്ഥം. സകല മനുഷ്യരെയും തങ്ങളുടെ മതത്തിലേക്ക് ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഏതൊരു പ്രവൃത്തിയെയും ജിഹാദ് എന്ന് വിശേഷിപ്പിക്കാം. എല്ലാ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ജിഹാദികൾ എന്ന മുദ്ര ഇസ്ലാമിന് മാത്രമായി ചാർത്തപ്പെടുന്നത് ശരിയാണോ? ഈ ചോദ്യം ഉയർത്തുന്നത് ഇസ്ലാമിക ഭീകരതയെ ന്യായീകരിക്കാനാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിക ഭീകരത ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഭീകരതയാണ് ജിഹാദ് എന്ന് ആരും ചിന്തിക്കരുത്. ജിഹാദിനു വേണ്ടി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് സംഹാരം. ജിഹാദിനു വേണ്ടി ഇസ്ലാം മത പ്രചാരകർ അവലംബിക്കുന്ന മാർഗം മാത്രമാണ് ഭീകരത. ഈ മാർഗത്തെ വേണമെങ്കിൽ നശീകരണ ജിഹാദ് അഥവാ സംഹാര ജിഹാദ് എന്ന് വിളിക്കാം. തങ്ങളുടെ ആശയങ്ങൾ ആരും സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെയെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് നശീകരണ ജിഹാദ്. ഇസ്ലാം മതക്കാരും കമ്മ്യൂണിസ്റ്റുകളും നശീകരണ ജിഹാദിൻ്റെ വക്താക്കളാണ്. തങ്ങളെ നിരാകരിച്ചവരെ ഉന്മൂലനം ചെയ്തതിൻ്റെ പാരമ്പര്യം ഇരു കൂട്ടർക്കും ഒരേപോലെ അവകാശപ്പെടാൻ കഴിയും. എന്നാൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല സംഹാര ജിഹാദ്. രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സംഹാര ജിഹാദ് നടപ്പാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണെങ്കിൽ, മതം എന്ന നിലയിൽ സംഹാരത്തെ ജിഹാദിൻ്റെ ഭാഗമായി പരിഗണിക്കുന്നത് ഇസ്ലാം മാത്രമല്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഹാര ജിഹാദിൻ്റെ വക്താക്കളാണ്. ഇത് ഒരു ഇല്ലൂമിനാറ്റി മുദ്രാവാക്യമാണെന്നും ഹിന്ദുമതത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും പൊതുവായ ആപ്തവാക്യമാണെന്നും തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇസ്ലാമിനു മേൽ മാത്രമായി ഭീകരതയുടെ ഉത്തരവാദിത്തം ചാർത്തപ്പെടുന്നത്. 200 വർഷങ്ങൾ മാത്രം പഴക്കമുള്ള മതമായതുകൊണ്ട് നൂറ്റാണ്ടുകളുടെ സംഹാര പാരമ്പര്യമൊന്നും ഹിന്ദുമതത്തിന് അവകാശപ്പെടാൻ കഴിയില്ല. സാമൂഹികമായും സാമ്പത്തികമായും അധസ്ഥിത വിഭാഗമായിരുന്നതിനാൽ മറ്റു സമൂഹങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താൻ അടവ് നയങ്ങളാണ് ഹിന്ദുമത പ്രചാരകർ സ്വീകരിച്ചത്. ഇപ്പോഴും ഇവർ പരീക്ഷിച്ചു വരുന്നത് ഗൊറില്ല യുദ്ധമുറകളെയാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന മുദ്രാവാക്യത്തിൽ വ്യാജം പറയാനും സംഹരിക്കാനുമുള്ള ആഹ്വാനമുണ്ട്. സാത്താനിൽ നിന്നുള്ള എല്ലാ ആശയങ്ങളുടെയും പൊതുവായ അടയാളമാണിത്. ഈ മുദ്രാവാക്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഏക മതം ക്രിസ്തുമതമാണ്. അറിയിക്കുക എന്ന ദൗത്യം മാത്രമാണ് ക്രൈസ്തവരിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ക്രൈസ്തവരോടുള്ള ക്രിസ്തുവിൻ്റെ ആഹ്വാനം നോക്കുക. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. മർക്കോസ് എഴുതിയ യേശുവയുടെ സുവിശേഷം
16 അധ്യായം 15-16 വാക്യങ്ങൾ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ക്രൈസ്തവ സമൂഹങ്ങൾ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അവരാരും ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമല്ല. ചക്രവർത്തിമാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് കൂട്ടത്തോടെ മതപരിവർത്തനം നടന്നിട്ടുണ്ട്. ചക്രവർത്തിയുടെ മതത്തിലേക്ക് പ്രജകൾ പരിവർത്തിതരാകുന്ന രീതി നിലനിന്നിരുന്നത് കൊണ്ടാണ് അത്. രാജഭക്തിയുടെ ഭാഗമായി അതിനെ കണ്ടാൽ മതി. എന്നാൽ കമ്മ്യൂണിസ്റ്റുകളും വിജാതീയ മതങ്ങളും വളർന്നത് നീചമായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടാണ്. തങ്ങൾക്ക് എതിരാണെന്ന് സംശയം തോന്നുന്നവരെ പോലും കുലംകുത്തികൾ എന്ന് ഓമനപ്പേരിട്ട് വകവരുത്തുന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ എക്കാലത്തെയും ശൈലിയാണ്. ഒറ്റുകാരായി സംശയിച്ച് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പോലും കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതികൾ കൊന്നുതള്ളിയിട്ടുണ്ട്. സോവിയറ്റ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ നരനായാട്ടിനെ വ്യാജ ചരിത്രം രചിച്ച് 74 വർഷം മറച്ചുവെച്ചു. കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതികളുടെ ക്രൂരതകളിൽ നിന്നും രക്ഷപ്പെടാൻ നാടുവിട്ടവരെ പിന്തുടർന്ന് കൊലപ്പെടുത്തിയതിനെയും തങ്ങളുടെ മുദ്രാവാക്യത്തിൻ്റെ പിൻബലത്തിൽ ന്യായീകരിക്കാൻ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും യാതൊരു ഉളുപ്പുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ചെക്കോസ്ലോവാക്യയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഡാന്യൂബ് നദിയിലൂടെ ഒഴുകി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ ആ നദിയിൽ തന്നെ കൊന്നു തള്ളിയ കമ്മ്യൂണിസ്റ്റുകൾ തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യസ്നേഹികൾ എന്നാണ്. യൂറോപ്പിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഭീകരർ പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് മരണപ്പെടുമ്പോൾ മുതലക്കണ്ണീർ പൊഴിക്കുന്നതും ഇതേ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ്. ഇതാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന പൈശാചിക മുദ്രാവാക്യത്തിൻ്റെ ഭീകരതയാണ് ലോകം ഇന്നോളം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീഷണി. ഈ മുദ്രാവാക്യം ഏറ്റെടുത്തിട്ടുള്ള മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് ലോക സമാധാനത്തിന് എന്നും വെല്ലുവിളി ഉയർത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും മുദ്രാവാക്യം ഒന്നു തന്നെയാണെന്ന് നാം കണ്ടു. എന്നാൽ മുദ്രാവാക്യത്തിനും അപ്പുറമായി നീചമായ മാർഗങ്ങൾ അവലംബിക്കാൻ നിയമം ലഭിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം മതം. അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമം ശ്രദ്ധിക്കുക. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴികൾ ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സൂറ 9:5. മറ്റൊരായത്ത് ഇങ്ങനെ: അവിശ്വാസികളെ നിങ്ങൾ എവിടെയെല്ലാം കാണുന്നുവോ അവിടെയെല്ലാം വെച്ച് കൊന്നുകളയുക. ജിഹാദിനായി സംഹാരത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന നിയമമാണിത്. നശീകരണ ജിഹാദ് അഥവാ സംഹാര ജിഹാദ് ഇതാണ്. ഒരു മതത്തിൻ്റെ നിയമങ്ങൾ മറ്റു മതങ്ങൾക്കും സമൂഹങ്ങൾക്കും ഭീഷണിയാകുന്ന അവസ്ഥയാണ് നശീകരണ ജിഹാദ്. ഇസ്ലാം മാത്രമാണ് നശീകരണ ജിഹാദിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. തങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെ വേട്ടയാടുകയോ തങ്ങളുടെ മതനിയമങ്ങൾ മറ്റു സമൂഹങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറുകയോ ചെയ്യുന്നുവെങ്കിൽ അവരെല്ലാം നശീകരണ ജിഹാദിൻ്റെ ഭാഗമാണ്. ആയതിനാൽ ക്രൈസ്തവർ ജാഗ്രത പുലർത്തേണ്ടത് ഇസ്ലാമിക ജിഹാദിനെതിരെ മാത്രമല്ല, രക്ഷയ്ക്കായുള്ള ഏക സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന എല്ലാ ആശയങ്ങൾക്കെതിരെയും ജാഗ്രത പുലർത്തണം. ക്രിസ്തീയതയിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്കോ ഹിന്ദു മതത്തിലേക്കോ മറ്റേതെങ്കിലും വിജാതീയ മതങ്ങളിലേക്കോ ആകർഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല, കമ്മ്യൂണിസത്തിലേക്കും ഇടതുപക്ഷ ആശയങ്ങളിലേക്കും ആകർഷിക്കപ്പെടുമ്പോഴും സംഭവിക്കുന്നത് നിത്യനാശമാണ്. ശരീരത്തെ കൊല്ലുന്നവരെക്കാൾ അപകടകാരികൾ ആത്മാവിനെ നിത്യനാശത്തിലേക്ക് നയിക്കുന്നവരാണെന്ന തിരിച്ചറിവാണ് ക്രൈസ്തവർക്കുണ്ടായിരിക്കേണ്ടത്. അതെ, ഇരുളിൻ്റെ മറവിൽ പതുങ്ങിക്കിടക്കുന്ന അണലിയാണ് ഹിന്ദുമതം. ഹോർമോൺ ചികിത്സയും ജിഹാദും. ഹോർമോൺ ചികിത്സയെക്കുറിച്ചും ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മിൽ പലർക്കും അറിയാം. ശരീരത്തിലെ കോശങ്ങളെ നിർജീവമാക്കാനും സജീവമാക്കാനും ഹോർമോണുകൾക്ക് സാധിക്കും. ശരീരത്തിൽ അമിതമായ രോമം വളരുന്നതും പ്രായപൂർത്തിയായിട്ടും രോമം ഉണ്ടാകാതിരിക്കുന്നതും ഹോർമോൺ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മൂലമാണെന്ന് ആധുനിക ചികിത്സാശാസ്ത്രം പറയുന്നു. ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അതിപ്രസരമാണ് പുരുഷന്മാരിൽ സ്ത്രൈണഭാവം ഉണ്ടാക്കുന്നതെന്നും പല കുറ്റകൃത്യങ്ങൾക്കും കാരണം ഹോർമോൺ ആണെന്നും ശാസ്ത്രം വാദിക്കുന്നു.
പാപത്തെ ന്യായീകരിക്കാൻ ഹോർമോണിനെ പഴിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന ആധുനിക ദൈവശാസ്ത്രജ്ഞരും കുറവല്ല. എന്തൊക്കെയായാലും ശരീരാവയവങ്ങളുടെ വളർച്ചയിൽ ഹോർമോണിൻ്റെ പങ്ക് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. മലയാളത്തിലെ ഒരു മുൻകാല ചലച്ചിത്ര നടി ഹോർമോൺ ചികിത്സ നടത്തി തൻ്റെ ശരീരാവയവങ്ങളുടെ വളർച്ച വേഗത്തിലാക്കിയത് പലരും അറിഞ്ഞിട്ടുണ്ടാവും. ശരീരാവയവങ്ങളുടെ വളർച്ച മാത്രമല്ല, വികാരങ്ങളെ ഉണർത്താനും തളർത്താനും ഹോർമോൺ ചികിത്സ കൊണ്ട് സാധിക്കും. എല്ലാ വികാരങ്ങളും ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നതാണ്. എന്നാൽ ഒട്ടുമിക്ക ഹോർമോണുകളും മനസ്സുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് പല ഹോർമോണുകളെയും പ്രവർത്തന സജ്ജമാക്കുന്നത് ചിന്തകളാണ്. ലൈംഗികമായ ചിന്തകളാണ് ആ വികാരത്തെ ഉണർത്തുന്നത്. എത്രത്തോളം കാമാസക്തിയുള്ള വ്യക്തിയാണെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത അറിയുമ്പോൾ ആ വ്യക്തിയുടെ കാമാസക്തി ശമിക്കുന്നത് മനസ്സുമായി ഹോർമോണിൻ്റെ പ്രവർത്തനത്തിന് ബന്ധമുള്ളതുകൊണ്ടാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ശരീരത്തിലെ പല ഹോർമോണുകളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ മനസ്സിന് സാധിക്കും. ആത്മീയ മനുഷ്യൻ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാത്തരം ഹോർമോണുകളും ഓരോരുത്തരുടെയും ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് ഹോർമോൺ ചികിത്സയെ ആശ്രയിക്കേണ്ടി വരുന്നത്. അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഇന്ന് ഹോർമോൺ ചികിത്സ ലഭ്യമാണ്. സ്വയംഭോഗത്തിൻ്റെ ആസക്തി ഇല്ലാതാക്കാൻ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഹോമിയോപ്പതിയിൽ മാത്രമാണ് ഈ ചികിത്സയുള്ളതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളിലും ഇന്ന് ഹോർമോൺ ചികിത്സകൾ പരീക്ഷിക്കപ്പെടുന്നു. ആസക്തി ഇല്ലാതാക്കാൻ മരുന്നുകൾ ഉള്ളതുപോലെ തന്നെ ആസക്തി ഉണ്ടാക്കാനും മരുന്നുകളുണ്ടെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത്. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ പോലും ലൈംഗിക ആസക്തി ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ചേർക്കപ്പെടുന്നുണ്ട്. കുട്ടികളിൽ ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇല്ലൂമിനാറ്റികളാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൊച്ചുകുട്ടികളുടെ വികാരങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ ഇല്ലൂമിനാറ്റികൾക്ക് സാധിക്കുന്നു എന്നത് നിസ്സാരമായ കാര്യമല്ല. വിപണികളിൽ ലഭിക്കുന്ന ന്യൂജൻ ഭക്ഷണ പദാർത്ഥങ്ങളിലെല്ലാം വിവിധതരം ഹോർമോണുകൾ ചേർക്കപ്പെടുന്നു. ഇത്തരം പൈശാചിക പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല എന്നതാണ് ഇല്ലൂമിനാറ്റികളുടെ ശക്തി. ചോദ്യം ചെയ്യേണ്ടവർ തന്നെയാണ് ഈ സംഘത്തിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്. ഈ സത്യങ്ങൾ ആരെങ്കിലും വിളിച്ചു പറയാൻ തയ്യാറായാൽ ഇല്ലൂമിനാറ്റികളുടെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ രംഗത്തിറങ്ങി പ്രതിരോധം തീർക്കും. ഷാനി പ്രഭാകരന്മാർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആഗോള പൈശാചികതയ്ക്ക് കുടപിടിക്കുന്നതിനായാണ്. ലൈംഗിക ഉത്തേജക ഹോർമോണിൻ്റെ പ്രവർത്തനം അറിയാൻ ഇന്നത്തെ കൗമാരക്കാരിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. കൗമാരക്കാർ ഇന്ന് വിചിത്രമായ അവകാശങ്ങൾക്കായി സമരം ചെയ്യുകയാണ്. പുരുഷന്മാരുടെ ഇടയിൽ ഇരിക്കാനുള്ള സമരം, വിമൻസ് കോളേജുകളും ഹോസ്റ്റലുകളും അടച്ചുപൂട്ടാനുള്ള സമരം, നഗ്നത പ്രദർശിപ്പിക്കാനുള്ള അവകാശത്തിനായുള്ള സമരം, പരസ്യമായി രതിവൈകൃതങ്ങളിൽ ഏർപ്പെടാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം എന്നിങ്ങനെ ആരും കേട്ടിട്ടില്ലാത്ത അവകാശ സമരങ്ങളിലാണ് ഇന്നത്തെ കൗമാരം. മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത ചരിത്രം കേരളത്തിനുണ്ട്. എന്നാൽ ഇന്നത്തെ കുമാരിമാർ സമരം നടത്തുന്നത് മാറ് പ്രദർശിപ്പിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. കാമം ആളിക്കത്തിയപ്പോൾ ചില കൗമാരക്കാരികൾ തിരുവനന്തപുരത്ത് നടത്തിയ സമരം നാം കണ്ടതാണ്. പുരുഷന്മാരുടെ മടിയിൽ പൃഷ്ഠം അമർത്തിയിരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെയിറ്റിംഗ് ഷെഡിലാണ് സമരം നടത്തിയത്. ഇതിനെല്ലാം കുടപിടിച്ചുകൊണ്ട് മാധ്യമങ്ങളും ഇടതു ചിന്തകരും രംഗത്തിറങ്ങി. ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇല്ലൂമിനാറ്റികളുടെ സ്വാധീനമാണ്. ലോകമാസകലമുള്ള യുവതലമുറ ഇന്ന് അമിത കാമാസക്തിയുടെ പിടിയിലാണെന്ന യാഥാർത്ഥ്യം ആരും തിരിച്ചറിയാതെ പോകരുത്. രതിവൈകൃതങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന വിധം അനിയന്ത്രിതമായ ലൈംഗിക ആസക്തി യുവാക്കളിൽ ജനിപ്പിച്ചതാരാണ്? അമ്മയുടെ കുളിമുറിയിൽ ഒളിക്യാമറ വയ്ക്കാൻ കൗമാരക്കാരനെ പ്രേരിപ്പിക്കുന്നതാരാണ്? അവരിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹോർമോണാണ് ഇതിൻ്റെയെല്ലാം പിന്നിലെ വില്ലൻ. കോർപ്പറേറ്റുകൾ വിപണിയിലിറക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഹോർമോൺ പരീക്ഷണങ്ങൾ നടത്തുന്നത് മാനവരാശിയെ മുഴുവൻ മിഥ്യാബോധത്തിലേക്ക് നയിക്കുകയും അധമ മനുഷ്യരാക്കി മാറ്റുകയും ചെയ്യുന്നതിനാണെങ്കിൽ, ക്രിസ്ത്യാനികളെ ലക്ഷ്യമാക്കി ഹോർമോൺ പരീക്ഷണങ്ങൾ നടത്തുന്ന വേറെ ചില സംഘങ്ങൾ ഇന്ന് സജീവമാണ്.
ഈ സംഘങ്ങളാണ് ലൈംഗിക ഉത്തേജക ജിഹാദിന്റെ വക്താക്കൾ. ക്രൈസ്തവ ഭവനങ്ങളിൽ ജനിച്ച യുവതികളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ജിഹാദി പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം അറിവുള്ളതാണ്. ഇന്ത്യയിലെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇല്ലൂമിനാറ്റി മാധ്യമങ്ങളും ഇടത് ചിന്തകരും ഒഴികെ തലയ്ക്ക് വെളിവുള്ള സകലരും അനുഭവത്തിലൂടെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാം മതത്തിലെ യുവാക്കൾ മാത്രമല്ല ക്രൈസ്തവ യുവതികളെ ലക്ഷ്യമിട്ട് ജിഹാദ് നടപ്പാക്കുന്നത്. ഇസ്ലാമിനേക്കാൾ ശക്തമായി സംഘപരിവാരങ്ങൾ ജിഹാദ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ യുവതികളുടെ ഇടയിൽ നടക്കുന്ന മിശ്ര വിവാഹങ്ങളിൽ 87% ഹിന്ദു മതത്തിലേക്കാണെന്ന യാഥാർത്ഥ്യം കാസ പോലുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മറച്ചു പിടിക്കുകയാണ്. ഇവിടെയാണ് ലൈംഗിക ഉത്തേജക ജിഹാദും ചർച്ച ചെയ്യപ്പെടേണ്ടത്. ക്രൈസ്തവ യുവതികളിൽ ലൈംഗിക ആസക്തി ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ഭക്ഷണ പദാർത്ഥങ്ങളിലും പാനീയങ്ങളിലും കലർത്തി നൽകുന്നതാണ് ജിഹാദിന്റെ പുതിയ രീതി. ഇസ്ലാമിലെ വനിതാ ജിഹാദികളെ പോലെ ഹൈന്ദവ സംഘടനകളുടെയും വനിതാ ജിഹാദികൾ ഈ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ലൈംഗിക ശേഷി തകർക്കാനും ലൈംഗിക ആസക്തി പ്രോജ്വലിപ്പിക്കാനും ഇന്ന് മരുന്നുകൾ ലഭ്യമാണ്. ഇതിന് തെളിവന്വേഷിക്കുന്ന ഇടത് ചിന്തകരോടും മാധ്യമ നപുംസകങ്ങളോടും പറയാനുള്ളത് ഏതെങ്കിലും ഡോക്ടറെ സമീപിക്കാനാണ്. നിങ്ങളെ ബോധവൽക്കരിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ല മനോവ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. മറിച്ച് നിത്യജീവനിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ സത്യമറിഞ്ഞ് ജാഗ്രത പാലിക്കേണ്ടതിനാണ്. 10 വർഷം മുൻപ് മനോവ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് മനോവയെ പുലഭ്യം പറഞ്ഞ പലരും ഇന്ന് മാറത്തടിച്ച് വിലപിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്ന ഈ സത്യത്തിന് നേരെ മറുതരിക്കുന്നവർ നാളെ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇടത് ചിന്തകരോ മാധ്യമ പുങ്കന്മാരോ ഉണ്ടാകുകയില്ല. ഇവിടെ തീരുമാനമെടുക്കേണ്ടത് വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സഭാതലത്തിലുമാണ്. നിയമാനുസാരികളായ നേതാക്കന്മാർ സഭാതലത്തിൽ ഉണ്ടാകണം. അവർ സമൂഹത്തെ പഠിപ്പിക്കണം. പുറത്തു നിൽക്കുന്നവരുടെ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ദൈവജനത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കണം നേതാക്കന്മാർ. മലാക്കിയുടെ പ്രവചനം നോക്കുക. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ യാഹ്വയുടെ ദൂതനാണ്. എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി. നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യാഹ്വേ അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവൻ്റെയും മുമ്പിൽ നിന്ദിതരും നികൃഷ്ടരും ആക്കും. മലാക്കി പ്രവചനം 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് ഇന്നത്തെ ക്രൈസ്തവരുടെ അവസ്ഥ. ദൈവത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് വിട്ട് സ്വന്തം പ്രബോധനങ്ങളുമായി നടക്കുന്ന നേതാക്കന്മാരാണ് ക്രൈസ്തവർക്കുള്ളത്. ജ്ഞാനം അധരത്തിൽ സൂക്ഷിക്കുന്ന ഒരുവൻ പോലും നേതാക്കന്മാരുടെ ഇടയിൽ ഇല്ലാത്ത അവസ്ഥയിൽ അവരുടെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാതെ ദൈവവചനത്തിൽ നിന്നു ജ്ഞാനം സ്വീകരിക്കാൻ ഓരോ ദൈവ പൈതലും തയ്യാറാകണം. കാലത്തിൻ്റെ പ്രത്യേകതകൾ പരിഗണിച്ച് ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഗ്രസിക്കുന്നത് വിനാശമായിരിക്കുമെന്ന് മറക്കരുത്. ഭവനങ്ങളിൽ നിന്ന് തന്നെ മക്കൾക്ക് വിശ്വാസ പരിശീലനം ലഭിക്കണം. അവിശ്വാസികളുമായുള്ള ബന്ധത്തിൽ പുലർത്തേണ്ട ജാഗ്രത അവരെ പഠിപ്പിക്കണം. അവിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് കൊന്നുകളയാനല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയമം. മറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചട്ടം ഇതാണ്: നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്തു പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് യേശുവ അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയുമരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും
നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ നാഥൻ അരുളി ചെയ്യുന്നു. കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വിജാതീയരുമായുള്ള സൗഹൃദങ്ങൾക്ക് പരിധി നിശ്ചയിക്കണമെന്ന താക്കീത് ഈ ഉപദേശത്തിലുണ്ട്. അവരുടെ വാക്കുകളെ നിരസിക്കാൻ കഴിയാത്ത വിധമുള്ള ബന്ധങ്ങൾ നിങ്ങളെ വിഗ്രഹങ്ങളിലേക്കും വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങളിലേക്കും നയിക്കും. ക്രൈസ്തവരെന്ന് പറയപ്പെടുന്നവർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണിത്. ലോകത്തിൻ്റെ സൗഹൃദം നിലനിർത്തേണ്ടതിനായി അവർ ദൈവവുമായുള്ള സൗഹൃദത്തെ നിസാരമായി പരിഗണിച്ചു. എന്നാൽ സൗഹൃദങ്ങൾ കെണികളായി മാറുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. നിത്യജീവനേക്കാൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നവർ ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടതില്ല. എന്നാൽ 2 വള്ളത്തിൽ യാത്ര ചെയ്യാമെന്ന വ്യാമോഹം അവർ ഉപേക്ഷിച്ചേക്കുക. പഠനത്തിനോ ജോലിക്കോ ആയി വീട് വിട്ട് പുറത്തായിരിക്കുന്നവരാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. പുറത്തു നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കില്ലെന്ന് തീരുമാനിക്കുക. സ്വന്തം വീട്ടിൽ പാചകം ചെയ്യുന്നവ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ എന്ന് സുഹൃത്തുക്കളെ അറിയിക്കണം. എത്ര അടുപ്പമുള്ള സുഹൃത്തായാലും നിങ്ങളുടെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യില്ല. കാരണം മുസ്ലിങ്ങളോട് പന്നിയിറച്ചി തിന്നാനോ ഹിന്ദുക്കളോട് ഗോമാംസം ഭക്ഷിക്കാനോ നിങ്ങൾ പറയാറില്ല. അത് അവരുടെ മതവിശ്വാസത്തിന് എതിരായതുകൊണ്ടാണത്. ക്രിസ്ത്യാനിക്കും മതനിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യതയില്ലേ? മറ്റുള്ളവരാണോ ക്രിസ്ത്യാനികളുടെ മതനിയമങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്? അതുകൊണ്ട് വിജാതീയരുമായുള്ള സൗഹൃദത്തിൽ നോ പറയാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആ സൗഹൃദം ഉപേക്ഷിക്കുക. അത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്ന കെണിയാണ്. വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരുടെ മക്കൾ ഇന്ന് ഈ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. യേശുവായുടെ ഒരു പ്രവചനം ശ്രദ്ധിക്കുക. യെരുശലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. ലൂക്ക എഴുതിയ യേശുവായുടെ സുവിശേഷം 23-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ആ ദിവസം വന്നു കഴിഞ്ഞു, മക്കളെ ജനിപ്പിച്ചതിനെ ഓർത്ത് വിലപിക്കുന്ന ആ ദിനം. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. എന്തെന്നാൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ കരുതിയിരിക്കണം. അവരാണ് ഇന്ന് ഏറ്റവും വലിയ അപകടകാരികൾ. ഖാസ എന്ന സംഘടന സംഘപരിവാറിൻ്റെ ഒരു പോഷക സംഘടനയാണ്. ക്രൈസ്തവ യുവതികളെ ഹിന്ദുക്കൾക്ക് കൂട്ടിക്കൊടുക്കലാണ് ഈ സംഘടനയുടെ സ്ഥാപിത ലക്ഷ്യം. ഹലാൽ ഫലകത്തിനെതിരെ ക്രിസ്ത്യാനികളെ തെരുവിലിറക്കിയത് ഈ കുറുക്കന്മാരായിരുന്നു. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പ് പ്രദർശിപ്പിച്ചതിനെതിരെ സമരം ചെയ്യുന്നത് പോലെയാണ് ഹലാൽ ഫലകത്തിനെതിരെ ചാടിയിറങ്ങിയത്. വിഷക്കുപ്പിയുടെ പുറത്ത് വിഷം എന്ന് എഴുതി വയ്ക്കുന്നത് സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി പരിഗണിക്കുന്നത് പോലെ ഹലാൽ എന്ന ബോർഡ് സുരക്ഷാ സംബന്ധമായ മുന്നറിയിപ്പായി ക്രിസ്ത്യാനികൾ പരിഗണിക്കണം. ഹലാൽ എന്ന ബോർഡ് കാണുമ്പോൾ അത് ഇസ്ലാമിന് മാത്രമുള്ള സ്ഥാപനമാണെന്ന് മനസ്സിലാക്കണം. അതായത് ഹലാൽ എന്ന സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടെങ്കിൽ ഒൺലി ഫോർ മുസ്ലിം കമ്മ്യൂണിറ്റീസ് എന്ന അർത്ഥം കൂടി പരിഗണിക്കപ്പെടണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കായി നൽകപ്പെട്ടിരിക്കുന്ന മുന്നറിയിപ്പാണ് ഹലാൽ സ്റ്റിക്കർ. മനോവയുടെ യൂട്യൂബ് ചാനലിൽ ഒരു മുന്നറിയിപ്പ് പ്രദർശിപ്പിക്കാറുണ്ട്. ഒൺലി ഫോർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് എന്ന ലേബൽ പ്രദർശിപ്പിച്ചാണ് ഓരോ സന്ദേശങ്ങളും മനോവ നൽകുന്നത്. അതെ, മനോവ ദൈവമക്കൾക്കും ദൈവമക്കളാകാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി മാത്രമുള്ളതാണ്. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ ക്രിസ്ത്യാനികളെ കുരങ്ങ് കളിപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്ന കാസയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും സൂക്ഷിക്കുക. വിഴിഞ്ഞത്ത് അതിജീവനത്തിനായി സമരം ചെയ്യുന്നവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രം അവർക്കെതിരെ കുരയ്ക്കുന്ന സംഘപരിവാരങ്ങളോടൊപ്പം കാസയുമുണ്ടെന്ന് മറക്കരുത്. കാസയുടെ തനിനിറം അറിയാൻ ഈ തെളിവ് ധാരാളമാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പോടെ ഈ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുന്നു. മക്കൾ ജനിച്ചതിനെ ഓർത്ത് വിലപിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ജാഗ്രത അനിവാര്യമാണ്. വന്ധ്യംകരണ ജിഹാദിൻ്റെ തെളിവ് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഒരു ടെലിവിഷൻ വാർത്തയുടെ ലിങ്ക് ഇവിടെ ചേർക്കുന്നുണ്ട്. തെളിവ് വേണ്ടവർ അത് കാണുക.
മനോവയുടെ യൂട്യൂബ് ചാനലിലൂടെ നൽകപ്പെടുന്ന സന്ദേശങ്ങൾ അപ്പോൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം നല്ലതെന്ന് തോന്നുന്നുവെങ്കിൽ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് ഗുണകരമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. വേഗം വരാനിരിക്കുന്ന യേശുവായുടെ അതിവിശുദ്ധ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും സ്നേഹാഭിവാദനങ്ങൾ.